magnetic circuit parallel magnetic. Okay, series magnetic circuit and parallel magnetic circuit. Okay, what is the difference between series magnetic circuit and parallel magnetic circuit? സർക്യൂട്ട് പറയാം. എന്ത് ഡിഫറൻസ് ആണുള്ളത് രണ്ടും തമ്മിൽ? ഞാനെന്താ നോക്കിയിട്ടില്ല. സാർ പറയണ്ട എങ്ങനെയാണെന്നറിയില്ല. എന്താ പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള എന്താ? സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്തായിരിക്കും സെയിം ത്രൂ ഔട്ട് ദ സർക്യൂട്ടിൽ? കംപ്ലീറ്റ് സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സെയിം ആയിട്ട് വരിക? റിലക്റ്റൻസ്. പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്താണ് സെയിം ആയിട്ട് വരിക? എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് വരിക? ഓക്കെ, ഇലക്ട്രിക് സർക്യൂട്ട് സീരീസ് റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിൽ എന്താണ് സെയിം? വോൾട്ടേജ്. ഒരു സീരീസ് റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്താണ് സെയിം ആയിട്ട് വരിക? അതാണ് സീരീസ് റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ട്. രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്താണ് സെയിം? വോൾട്ടേജ് ആണോ കറണ്ട് ആണോ? വോൾട്ടേജ്. വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് റെസിസ്റ്ററിലൂടെയുള്ള എന്തായിരിക്കും സെയിം? കറണ്ട് ആയിരിക്കും സെയിം, അല്ലേ? കറണ്ട് അല്ലേ സെയിം, അല്ലേ? ഇത് ആദ്യത്തെ മോഡ്യൂളിലെ ടോപ്പിക്കാണ് ഇപ്പോൾ ചോദിച്ചത്. നിങ്ങളെടുക്കുന്നുള്ള റെസ്പോൺസ് കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പോകും. പക്ഷേ ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഇത് ഉണ്ടാവുന്നില്ല ഇപ്പോൾ. ഓക്കെ, ഒന്നാമത് റിസൾട്ട് വന്നതിൻ്റെ ഫ്രസ്ട്രേഷനിലാണ് ഞാനിപ്പോൾ. അതിൻ്റെ കൂടെ നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ ആൻസർ പറയുന്നില്ലെങ്കിൽ ഓക്കെ, ആ രണ്ട് മോഡ്യൂൾ അവിടെ പോയി. ഇത് ഇനിയുള്ള മോഡ്യൂൾ നമ്മൾ ഇതേ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ നോക്കിയില്ല. ആനന്ദ, എനിക്കറിയാം നീ നോക്കിയിട്ടില്ല എന്ന സംഭവം. അതായത് ഒരു കാര്യം നീ നോക്കിയിട്ടില്ല ഇന്നലെ പഠിപ്പിച്ചത്. നിന്റെ മാത്രമല്ല, മെജോറിറ്റി അവസ്ഥ ഇതായിരിക്കും, ഒന്നോ രണ്ടോ കുട്ടികൾ ഒഴികെ. ഇങ്ങനെ ഞാൻ എടുക്കുമ്പോൾ ഈ ക്ലാസ്സിലൊരു ഇതുണ്ട്, എന്താ പറയുക, ഇന്നെടുക്കുന്ന ടോപ്പിക്ക്, ഇന്നലെ എടുത്ത ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ ടോപ്പിക്കാണ് ഇന്ന് വരുന്നത്. അപ്പം ഇന്നലെ ഉള്ളതൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നെടുക്കുന്നതിന് എന്ത് മീനിങ് ആണ് ഉള്ളത്? ഓക്കെ, ഒരു സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ, സീരീസ് ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് സെയിം ആയതുപോലെ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് സെയിം ആയിരിക്കും. കാരണം കറണ്ടിന്റെ അനലോജി ഫ്ലക്സ് ആണ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്നത്. സിമിലർലി ഇൻ പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് the flux flows in different paths, so there will be different flux in
each path. ഓരോ പാത്തിൽ ഈ ഒരു ഡയഗ്രാം ആയിരുന്നു പഠിച്ചത്. സോ ദിസ് if you see the total flux from this center limb is 5 and then it divides into 2, 5 2 and 5 1. Okay, so it has two paths or different path. So ഓരോ പാത്തിലൂടെയുള്ള ഫ്ലക്സും ഇറ്റ് ഈസ് നോട്ട് സെയിം. ഓക്കെ, ഓരോ പാത്തിൽ ഇപ്പം 2 പാത്ത് ഉണ്ടെങ്കിൽ ഓരോ പാത്തിലൂടെയുള്ള ഫ്ലക്സും സെയിം അല്ല, ഓരോ മെറ്റീരിയലിലുള്ള പാത്തും ഫ്ലക്സും സെയിം അല്ല. പക്ഷേ സീരീസ് മാഗ്നറ്റിക് കേസിൽ വി ഹാവ് ഓൺലി വൺ പാത്ത് and you can see that throughout this material the flux remains same. അപ്പോൾ ഇതിന് നമ്മൾ അനലോജി ആയിട്ട് ഇന്നലെ പറഞ്ഞത് ഇലക്ട്രിക് സർക്യൂട്ടിലെ സീരീസ് റെസിസ്റ്റൻസ് സർക്യൂട്ടും അതുപോലെ പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ കേസിൽ പാരലൽ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഉള്ള ഇലക്ട്രിക് സർക്യൂട്ടുമാണ് നമ്മൾ പറഞ്ഞത്. സോ ദെൻ വി ഹാവ് ഡൺ എ പ്രോബ്ലം. ഓക്കെ, എന്തൊക്കെയാണ് ആദർശ്, എന്തൊക്കെയാണ് റിലക്റ്റൻസിന്റെ ഫോർമുലാസ്? ആദർശ് പ്രേമൻ, നീ ഒറ്റ മിനിറ്റ് എന്ന് പറയുന്നത് അതൊക്കെ പറയാം. S equal to L1 mu 0 mu r 1 into A1 plus L2 by mu 0 mu r2 into A2. അത് ടോട്ടൽ റിലക്റ്റൻസിന്റെ ഫോർമുല. L1 divided by mu 0 mu r A1 plus L2 divided by mu 0 mu r2 A2. So that is a formula for reluctance. അല്ലേ? വേറെ ഏതെങ്കിലും ഫോർമുല ഉണ്ടോ റിലക്റ്റൻസിന്? ഫ്ലക്സ് വെച്ചിട്ട്, ഫ്ലക്സും എം എം എഫും വെച്ചിട്ട് റിലക്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? സാർ റിലക്റ്റൻസ് റിങ്ങിന്റെ ഉദ്ദേശിക്കുന്നത്? അല്ല, ജനറൽ ആയിട്ട്. നോക്കിയിട്ടില്ല ഇന്നലെ അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞു ഇന്നലെ റിലക്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് സംവാട്ട് സിമിലർ ടു റെസിസ്റ്റൻസ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് റെസിസ്റ്റൻസ് വാസ് ഗിവൺ ബൈ EMF ഡിവൈഡഡ് ബൈ കറണ്ട്. സോ റിലക്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് MMF ഡിവൈഡഡ് ബൈ ഫ്ലക്സ്. അവിടെ വളരെ മോശമാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെയൊരു റെക്കോർഡ് ചെയ്തൊരു വീഡിയോയിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടത് അതിലും വിഷമമുണ്ട്. Okay, we will discuss in the next problem. Okay, a mild steel ring has mean circumference of 500 mm and uniform cross-sectional area of 300 mm square. Calculate the MMF required to produce a flux of 500 microweber. Assume mu r is equal to 1200. Okay, look at this diagram. I have already drawn a diagram of a steel ring, and it is saying that the mean circumference is 500 mm. So mean means average you have to take. So
you can draw a dotted lines between this. ഈ രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ നിങ്ങളൊരു ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുക. സോ ഇഫ് യു ടേക്ക് ദ ലെങ്ത് ഓഫ് ദാറ്റ് ഈസ് മീൻ സർക്കംഫറൻസ്, ഇറ്റ് ഈസ് 500 mm. So actually we need all the terms in meter. So if we convert 500 mm into meter, how much it will be? എത്രയായിരിക്കും? 100 into 10 raised to minus 3. 500 into 10 raised to minus 3. Okay, then next one they have given is uniform cross-sectional area. So this is having a uniform cross-sectional area. So that means this is the area. Cross-sectional area means this one. So this area from the upper diameter to the lower diameter, if you take the circular shape, because it is a ring, okay? So it is the area. So it is 300 mm square. So if we convert into again into meter or meter square, how much it will be? 10 raised to minus 6. 300 into 10 raised to minus 6. So then what else they have given? Calculate, they are asking us to find out what is mmf required to produce a flux of 500 microweber. So flux is, or I can write this here, flux is 500 microweber. And they have also given the relative permeability is 1200. Now, what we have to find out is mmf. So for mmf, we know 3 formula. So mmf is equal to Ni is the first formula. Then mmf is equal to, what is the next formula? mmf is equal to Pi into I into S. Phi into reluctance is the second formula, and mmf is equal to magnetic field strength into length is the third formula. So we will analyze each formula, n into I. So for finding this one, they have not given both, n also not given, I also not given. രണ്ട് value നമുക്ക് തന്നിട്ടില്ല. So it is very difficult for us to use this formula. And if you take the second formula, phi into S. So if you look at this, if you know the formula of S, you will be writing it as S is equal to L1 divided by mu 0 mu R into A1. So they have given L1, A1 and mu R. Mu 0 is a constant, 4 pi into 10 raised to minus 7. So it is very easy for you to find out what is S. And they have also given the value of flux. So if you multiply phi into S, you will get mmf. Is it correct? Yes, sir. Okay. Okay. Can you do the calculation? First, write this question. Then you draw this diagram and tell me what is the answer.
Okay, first write the question. A mild steel ring has mean circumference of 500 mm and uniform cross-section area of 300 mm square. Calculate the mm required to produce a flux of 500 microweber. Assume that mu r is equal to 1200. And then you draw the circles and mark what is L1, what is A1. Then also you can write what is flux, what is the value of flux 500 microweber, and what is mu r 1200. Then you know that we already know that the equation for mmf is equal to ni phi s, ni or phi s, or is equal to h into L. So we don't know what is the value of n and I, so it is very difficult for us to find out mmf. Again, we don't know what is h. Maybe there are methods to find out h, but we are not going deep into that. But because there is another equation phi into s, where directly we can find out s, or why we have selected this formula means phi is already given, and here L is also given. So we can analyze both the formula. Then what is the next term? Just check what is the next term. Along with phi we have reluctance. Along with the L we have H. So just check whether we can, which is better to find out, because which is much easier to find out, which is much easier than the other term to find out, because we already know what is the reluctance and the formula also. S is equal to L1 divided by mu 0 mu r A1. So, and in the case of H, again you have to do two or three, you have to solve for two or three equations. So it is very easy to find out what is the value of S. So you can substitute in this equation and find out what is the value of S. So anyone find out what is the value of L1? Parag. MM 552 raised to 552.62 ampere turns. correct. So now all of you can check the answer. So the method is mmf is equal to flux into reluctance, that is phi into S. So I am substituting the equation of S here, L1 divided by mu 0 mu r into A. So then value of flux is 500 microweber. So 500 into 10 raised to minus 6 into L is nothing but 500 into 10 raised to minus 3. Then divided by mu 0 is a constant. Value of that is 4 pi into 10 raised to minus 7. And mu r is 1200 already given. Area also given 300 into 10 raised to minus 6. If you solve for this, you will be getting 552.62 ampere turns. Unit is ampere turns. Okay, all of you clear with this? Yes, sir. ആൻസർ കിട്ടിയോ? Yes. കിട്ടി. ആൻസർ കിട്ടാത്ത എത്ര പേരുണ്ട്? പറ സംസാരിക്കാത്ത ആർക്കൊക്കെ ആൻസർ കിട്ടാത്തുണ്ട്? കിട്ടി. ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നത്. പറ.
കഴിഞ്ഞ് ചെയ്ത്. ഓക്കെ, എല്ലാവർക്കും ആൻസർ കിട്ടിയില്ലേ? Yes, sir. Yes, sir. Okay, now I will teach you one more concept. Till now, what we have discussed is it is a complete ring. Okay, if you analyze this question, a mild steel ring means it is uniformly a complete ring where area is same, everything is same. But if there is some air gap means I am asking about this portion. You can see that it is not a complete circle. There is a gap. This is possible in the case of motor. If you check one motor, as I said earlier, there is a rotating part, there is a stationary part. അല്ലെ, റൊട്ടേറ്റിംഗ് പാർട്ടും സ്റ്റേഷനറി പാർട്ടും ഒരിക്കലും മെക്കാനിക്കലായിട്ട് കണക്ഷൻ ഇല്ല. അല്ലെ, ഒരു ഇൻഡക്ഷൻ മോട്ടറിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ സ്റ്റേറ്ററിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, ഒരു റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ അവിടെ റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ഇത് റോട്ടറിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഈ റോട്ടറും സ്റ്റേറ്ററും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് റൊട്ടേറ്റ് ചെയ്യൂല. അല്ലെ, റോട്ടർ എപ്പോഴും റൊട്ടേറ്റ് ചെയ്യണം, സ്റ്റേറ്റർ സ്റ്റേഷനറി ആയി നിൽക്കണം, അങ്ങനെയാണ് വേണ്ടത്. സോ ദർ ഷുഡ് ബി എ മിനിമം ഗ്യാപ്പ് ബിറ്റ്വീൻ റോട്ടർ ആൻഡ് സ്റ്റേറ്റർ. സോ എല്ലാ മാഗ്നറ്റിക് സർക്യൂട്ടും, മെജോറിറ്റി ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട് ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ജനറേറ്റർ ആയാലും മോട്ടർ ആയാലും. So that gap is shown here. So if you have such gap, what is the change will happen? ഇങ്ങനെ ഒരു എയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചേഞ്ച് ആണ് നിങ്ങളുടെ ഇക്വേഷനിൽ വരിക? ഓക്കെ, ഞാൻ ഫസ്റ്റ് ഐ വിൽ ബി റൈറ്റിംഗ് ദ ഇക്വേഷൻ. ഞാൻ വലിയ ചേഞ്ച് ഒന്നുമില്ല, ഇതൊരു പ്രത്യേക ടോപ്പിക്കായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഞാനൊരു എയർ ഗ്യാപ്പ് എന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ. സോ ഫോർമുല പറഞ്ഞ എസിന്റെ ഫോർമുല, രണ്ട് റീജിയൻ ഉണ്ടെങ്കിൽ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ എസിന്റെ ഫോർമുല എന്താ? L1 by L1 divided by mu 0 mu 0 mu r1 a1 plus plus L2 by mu 0 mu r2 mu r2 a2. ഓക്കെ, ഈ ഫോർമുലയിൽ എന്ത് ചേഞ്ച് നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രീവിയസ് ഫോർമുല. ഇത് ഈ ഒരു ടോപ്പിക് പഠിപ്പിച്ചുകൊണ്ട് വന്ന ഫോർമുലയല്ല. പ്രീവിയസ്ലി വി വെർ യൂസിങ് ദിസ് ഫോർമുല ഓർ വി വെർ ഡിസ്കസിങ് അബൌട്ട് ദിസ് ടോപ്പിക്. ഈ രണ്ട് സെറ്റുള്ള ഫോർമുല വെച്ച് നമ്മൾ ഇതുവരെ പ്രോബ്ലം ചെയ്തിട്ടില്ല. ബട്ട് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് വെൻ ഐ വാസ് എക്സ്പ്ലെയിനിങ് സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട്. ബട്ട് ഈ ഒരു പ്രത്യേക കണ്ടീഷൻ, എന്താണ് പ്രത്യേക കണ്ടീഷൻ? എയർ ഗ്യാപ്പ് ഉണ്ട്, അല്ലെ? ദർ ഇസ് ആൻ എയർ ഗ്യാപ്പ് ബിറ്റ്വീൻ, എന്താ പറയുക, അതായത് ഈ ഫ്ലക്സിന് ഈ മെറ്റീരിയലിലൂടെ ട്രാവൽ ചെയ്ത് എയറിലൂടെ കുറച്ച് ട്രാവൽ ചെയ്തിട്ട് വീണ്ടും മെറ്റീരിയലിലൂടെ ട്രാവൽ ചെയ്തിട്ട് വേണം തിരിച്ചെത്താൻ. പ്രീവിയസ്ലി അതായിരുന്നില്ല കണ്ടീഷൻ. ഒരു നോർത്ത് പോളിൽ നിന്ന് കംപ്ലീറ്റ് ആ മെറ്റീരിയലിലൂടെ ട്രാവൽ ചെയ്ത് ഓപ്പോസിറ്റ് എൻഡിലെത്തും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? നോർത്ത് പോളിൽ നിന്ന് ട്രാവൽ ചെയ്ത് എയറിലേക്ക് വന്നു, എയറിൽ നിന്ന് വീണ്ടും മെറ്റീരിയലിലേക്ക് കയറി വീണ്ടും പഴയ സ്ഥലത്തെത്തും. അങ്ങനെയാണ് ഇപ്പം ഫ്ലക്സ് ട്രാവൽ ചെയ്യുന്നത്. സോ ദർ ഇസ് ആൻ എയർ ഗ്യാപ്പ്. സോ എയർ ഗ്യാപ്പ് വന്നതുകൊണ്ട് ഈ ഫോർമുലയിൽ എന്ത് മാറ്റാണ് വരുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? മൈനസ് ചെയ്യേണ്ടി വരും. മൈനസ് ചെയ്യേണ്ട വരുന്ന വെച്ചാൽ ഇല്ല, മൈനസ് ചെയ്യേണ്ട വരില്ല. കാരണം റിലക്റ്റൻസ് മീൻസ് റിലക്റ്റൻസ് ഓഫ് മെറ്റീരിയൽ സെക്ഷൻ എ പ്ലസ് റിലക്റ്റൻസ് ഓഫ് എയർ ഗ്യാപ്പ് ആണ് നമ്മൾ വേണ്ടത്. മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു ചേഞ്ചേ വരൂ. ഓക്കെ, അതാരാ പറഞ്ഞത്? ഇപ്പൊ ആരാ പറഞ്ഞത് ആൻസർ? പെർമിയബിലിറ്റി, അങ്ങനെ ആരോ പറഞ്ഞല്ലോ, സായുജ. ഓക്കെ, എന്താ പെർമിയബിലിറ്റിക്ക് എന്ത് ചേഞ്ച് വരിക? എയർ മീഡിയം ആകുമ്പോൾ പെർമിയബിലിറ്റിക്ക് എന്ത് സംഭവിക്കും? പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എയറിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. ഓക്കെ, അതാണ് ഡിഫറൻസ്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും L2 ന് പകരം ഞാൻ LG എന്ന് എഴുതുന്നു, ലെങ്ത് ഓഫ് ഗ്യാപ്പ്. ഓക്കെ, സോ mu 0 into 8 because mu r2 relative permeability of air. ഓക്കെ, ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, നിങ്ങൾ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എയർ ഗ്യാപ്പ് mu r is 1.
മ്യൂ ആർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ വി ഹാവ് റിട്ടേൺ ദ ഇക്വേഷൻ. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇതേപോലെ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, MMFന്റെ ഇക്വേഷൻ. ഞാൻ വീണ്ടും പഴയ സ്ലൈഡിലേക്ക് പോവാം. ഇവിടെ എന്ത് ചേഞ്ച് വരും? ഈ ഇക്വേഷനിൽ എന്ത് ചേഞ്ച് വരും? ഇവിടെയും അതേ ചേഞ്ച് തന്നെയാണ് വരിക അല്ലെ. ബി ഇൻറ്റു L1 ഡിവൈഡഡ് ബൈ μ0 μr1 പ്ലസ് ബി ഇൻറ്റു LG ആവും. അതെ ഇത് അല്ലെ, LG. ഇവിടെ μr2ന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്ലിയർ ആയോ? അതായത് ഈ ഒരു ഏരിയ, ഈ ഒരു സെക്ഷന് പകരം അവിടെ എന്താ ഉള്ളത്? എയർ ഗ്യാപ്പ് ആണുള്ളത്. സോ L2ന് നമ്മൾ റീറൈറ്റ് ചെയ്തു LG. മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റി μr2ന് പകരം നമ്മൾ എന്ത് എഴുതുന്നു? 1 എഴുതുന്നു. അപ്പം എന്തായി? ഓട്ടോമാറ്റിക്കലി ആ ഒരു μr2 എന്ന് പറയുന്ന ടേമിന്റെ ആവശ്യം നമുക്ക് ഇല്ലാതെ ആയി. അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ജസ്റ്റ് എയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞ ഹെഡിങ് എഴുത്, എന്നിട്ട് ഇതൊന്ന് എഴുതി വരച്ചെടുക്ക്. ഈ ഇക്വേഷൻ എഴുത്. രണ്ടാമത്തെ ഇക്വേഷൻ ഞാനിപ്പോൾ ഇവിടെ എഴുതാം. MMF is equal to, എല്ലാവരും എഴുതി തുടങ്ങിക്കോ. സാർ ഇപ്പൊ 2 ഇക്വേഷൻ എഴുതണോ? സാർ എഴുതിയതു മറ്റേ MMFന്റെ മാത്രം എഴുതാൻ മതിയില്ലേ? റിലക്റ്റൻസിന്റെ MMFന്റെ എഴുതണം. റിലക്റ്റൻസിന്റെ ആദ്യത്തെ ഇക്വേഷൻ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, രണ്ടാമത്തെ ഇക്വേഷൻ എഴുതണം. സിൻസ് ഇങ്ങനെ എഴുതിക്കോ, സിൻസ് μr2 ഈസ് 1 ബ്രാക്കറ്റിൽ എഴുതുക, ബിക്കോസ് ഇറ്റ് ഈസ് മീഡിയം ഈസ് എയർ എഴുതുക. എന്നിട്ട് രണ്ടാമത്തെ S is equal to രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുക.
ഓക്കെ, കംപ്ലീറ്റ് ആയോ? ഇല്ല സാർ. യെസ് സർ. യെസ് സർ. ജസ്റ്റ് അറ്റൻഡൻസ് എടുക്കട്ടെ. അഭിനന്ദ് കെ. പ്രസന്റ് സാർ. അഭിനന്ദ് എൻ പി. അഭിനന്ദ് എൻ പി. ആദർശ് പ്രേമൻ. പ്രസന്റ് സർ. ആകാശ് ദിലീപ്. പ്രസന്റ് സാർ. ആലൻ കെ എ. പ്രസന്റ് സർ. അമർനാഥ്. പ്രസന്റ് സാർ. ആനന്ദ് വി വി. പ്രസന്റ് സാർ. അർജുൻ എം. പ്രസന്റ് സാർ. ഹൃതിക് കൃഷ്ണ. പ്രസന്റ് സർ. കാളിദാസ്. പ്രസന്റ് സാർ. മുഹമ്മദ് നവീദ്. മസൂഖ്. ഷെറിൻ. പ്രസന്റ് സാർ. സെയിൻ. പ്രസന്റ് സാർ. നിഹാൽ. പ്രസന്റ് സാർ. രാകേഷ്. പ്രസന്റ് സാർ. സാരംഗ്. പ്രസന്റ് സാർ. സായുജ്. പ്രസന്റ് സാർ. വിഷ്ണു കെ. പ്രസന്റ് സാർ. വിഷ്ണു സന്തോഷ്. പ്രസന്റ് സാർ. അഭിനന്ദ് എൻ പി ഇല്ല അല്ലേ? പ്രസന്റ് സർ. നേരത്തെ വിളിക്കുമ്പോൾ നീ എവിടെയായിരുന്നു? അതാ സാർ, ആ പറ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു വിളിക്കുമ്പോ. പക്ഷെ നീ പറഞ്ഞിട്ടില്ല അറ്റൻഡൻസ്. ഞാൻ ഇവിടെ വീട്ടിലല്ല സാറല്ല, ഞാൻ കൊറോണ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തല്ല, അതുകൊണ്ട് കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, എഴുതി കഴിഞ്ഞ ഇത് കംപ്ലീറ്റ് എല്ലാവരും? ഓക്കെ, ജസ്റ്റ് വിൽ ഡു വൺ തിങ്. അടുത്ത പ്രോബ്ലം എഴുതാം, എന്നിട്ട് 5th അവർ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാം. ജസ്റ്റ് ഈ പ്രോബ്ലം ഒന്ന് നോട്ട് ചെയ്ത് വെക്ക്. ആൻ അയൺ റിംഗ് ഓഫ് മീൻ ലെങ്ത് 50 centimeter ഹാസ് ആൻ എയർ ഗ്യാപ്പ് ഓഫ് 1 mm and a winding of 200 turns. If the relative permeability of iron is 300, when a current of 1 ampere flows through the coil, find the flux density. Take the permeability of air as 4 pi into 10 raised to minus 7 Henry per meter. Neglect leakage, flux and fringing. ഓക്കെ, അതൊന്ന് എഴുതിയെടുക്കുക. എഴുതിയിട്ട് പറ. Okay, an iron ring of mean length 50 centimeter has an air gap of 1 mm and a winding of 200 turns. If the relative permeability of iron is 300, when a current of 1 ampere flows through the coil, find the flux density. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടേക്ക് ദ പെർമിബിലിറ്റി ഓഫ് എയർ ആസ് 4 pi into 10 raised to minus 7 Henry per meter. നെഗ്ലക്ട് ലീക്കേജ്, ഫ്ലക്സ് ആൻഡ് ഫ്രിഞ്ചിങ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഡയഗ്രത്തിലേക്ക് പോട്ടെ. ഓക്കെ, സോ ലാസ്റ്റ് സെൻറ്റൻസ്, ഇഫ് യു ഒബ്സർവ് ദ ലാസ്റ്റ് സെൻറ്റൻസ്, you can see that 2 new term, leakage, flux and fringing. Okay, so we are going to discuss what is that. So leakage flux means that means you are
giving some current to this winding. So this winding will produce some magnetic field lines or magnetic lines of force. So some of the lines will flow like this outside the material. Majority will flow in this direction. അല്ലേ? അപ്പോൾ ഇവിടുന്ന് കുറച്ച് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പുറത്തേക്ക് പോകുന്ന, അതായത് നമ്മുടെ മെറ്റീരിയലിലൂടെ സർക്കുലർ മെറ്റീരിയലിലൂടെ പോകാത്ത, അങ്ങനെ വേസ്റ്റായി പുറത്തേക്ക് പോകുന്ന ഫ്ലക്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയാം. അപ്പോൾ ഒരു സർക്യൂട്ട് എടുത്താൽ, ഇഫ് യു ടേക്ക് വൺ മാഗ്നറ്റിക് സർക്യൂട്ട്, ദർ വിൽ ബി ഒരു മിനിമം ലീക്കേജ് ഫ്ലക്സ് ഉണ്ടാകും. അല്ലേ? ലീക്കേജ് ഫ്ലക്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഒന്നും കൂടെ പറയാം. ഇവിടെ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ ഈ വൈൻഡിങ് വഴിയാണ് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഫ്ലക്സ്, മെജോറിറ്റി ഓഫ് ഫ്ലക്സ് ഈ മെറ്റീരിയലിലൂടെ ഫ്ലോ ചെയ്ത് തിരിച്ച് വരുന്നത്. ബട്ട് ഫ്യൂ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ മെറ്റീരിയലിന്റെ പുറത്തേക്കാണ് ട്രാവൽ ചെയ്യുക. മിനിമം, മെജോറിറ്റി അല്ല, മിനിമം. അപ്പോൾ അതിനാണ് ലീക്കേജ് ഫ്ലക്സ് എന്ന് നമ്മൾ പറയാം. അത് നമുക്ക് ആക്ച്വലി ഒരു ലോസ് പോലെയാണ്. അപ്പോൾ അതാണ് ലീക്കേജ് ഫ്ലക്സ്. ഓക്കെ, ലീക്കേജ് ഫ്ലക്സ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് ഫ്രിഞ്ചിങ് എന്ന് പറയുന്ന ഒരു വേർഡ്, FRING, FRINGING. സോ ഇൻ ദിസ് ഡയഗ്രാം ഇത് എന്തായി? ഇവിടെ മെറ്റീരിയൽ ഉണ്ട് അല്ലെ? ഫ്ലക്സിന് ഈസിയായി ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഇവിടെ ഉണ്ട്. ഫെറൈറ്റ് കോറോ അയൺ കോറോ അങ്ങനെ എന്തെങ്കിലും ആവട്ടെ. സോ ആ മെറ്റീരിയൽ ഉണ്ട്. ഇവിടെ ഒരു എയർ ഗ്യാപ്പ് ഉണ്ട്. സോ അതിന്റെ ഫ്ലോയിൽ ഒരു ഡിസ്റ്റർബൻസ് വരികയാണ് ചെയ്യുന്നത് ഫ്ലക്സ് ഫ്ലോ ചെയ്യുമ്പോൾ. സോ ഇറ്റ് വിൽ ബി ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇങ്ങനെയൊരു രീതിയിലാണ് അത് ഫ്ലോ ചെയ്യുക. അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ബെൻഡിങ് കാണാം ഇവിടെ. ഓക്കെ, ഒന്നും കൂടെ ഞാൻ വരക്കാം. സോ ദ ഫ്ലക്സ് ഫ്ലോസ് ലൈക്ക് ദിസ്. ഇവിടെ ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പാത്തിന് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. സോ അതുകൊണ്ട് അത് എക്സാക്റ്റ് മറ്റ് മെറ്റീരിയൽ ഫ്ലോ ചെയ്യുന്ന പോലെയല്ല, ചെറിയൊന്ന് ബെൻഡായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഉണ്ടാവുന്ന ഏരിയ അല്ല ഇപ്പം എവിടെയുള്ളത്? ആ എയർ ഗ്യാപ്പിൽ ഫ്ലക്സിന്റെ ഏരിയ ആയിട്ടുള്ള ഏരിയ കുറച്ചും കൂടെ ലാർജറായി. അത് വിഷ്വൽ ഇമേജ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആ മെറ്റീരിയലിലൂടെ വരുന്ന ഏരിയ അല്ല, ആ മെറ്റീരിയലിലൂടെ കംപ്ലീറ്റ് ഫ്ലക്സ് ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു. എയർ ഗ്യാപ്പിൽ എത്തുമ്പോൾ കുറച്ച് ബെൻഡ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഇപ്പം ഏരിയയിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം ഏരിയയിൽ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെയും എന്താണ്, ആ ഒരു കാൽക്കുലേഷനിൽ കുറച്ച് ഡിഫറൻസ് വരും. അപ്പോൾ അതിനാണ് ഈ ഏരിയയിൽ ഉണ്ടാകുന്ന ഡിഫറൻസിനാണ് ഫ്രിഞ്ചിങ് എന്ന് പറയുന്നത്. പക്ഷേ അതിനെപ്പറ്റി നിങ്ങൾ വലിയ ടെൻഷൻ അടിക്കണം. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി എന്താണ് ലീക്കേജ് ഫ്ലക്സും എന്താണ് ഫ്രിഞ്ചിങ് എന്ന് മനസ്സിലാക്കുക. മെജോറിറ്റി ഓഫ് നമ്മുടെ പ്രോബ്ലത്തിൽ നെഗ്ലക്ട് ലീക്കേജ് ഫ്ലക്സ് ആൻഡ് ഫ്രിഞ്ചിങ് ഉണ്ടാവുക. അതിനെ ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പം എന്താ ആ വേർഡ് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഫ്രിഞ്ചിങ് എന്ന് പറയുന്നത് ഇതുപോലെ ഏരിയയിൽ ഡിഫറൻസ് വരുന്നതാണ് മെറ്റീരിയലിന് എയർ ഗ്യാപ്പിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ ലീക്കേജ് എന്ന് പറയുന്നത് ഈ വൈൻഡിങ് എന്ന് തന്നെ മെറ്റീരിയൽ പോകാതെ പുറത്തേക്ക് പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെയാണ് എന്താ പറയുക? ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ രണ്ടും അല്ലേ? ഓക്കെ, ബാക്കി നമുക്ക് അഞ്ചാമത്തെ അവർ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, മറ്റൊന്ന് റിപ്ലൈ എനിക്ക് വേണം എന്തായാലും.